ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. 6 വർഷം ഞാൻ മന്ത്രിയായി നിന്നിട്ടുണ്ട്. ഈ 6 വർഷവും ഞങ്ങൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഭരിച്ചവരാ. ഞങ്ങൾ മൃഗങ്ങൾക്ക് സംരക്ഷണം, മൃഗങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടാണ് നമ്മളൊക്കെ ഭരിച്ചത്. ആ നാട് ഇന്ന് മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ഈ നാടിന്റെ അന്തകന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ, അതിന് നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു സർക്കാർ വേണ്ടേ? ഉണ്ടോ ഇവിടെ ഒരു സർക്കാർ? ഞാൻ ഈ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ആന, നമുക്കറിയാം ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. ആനയെല്ലാം ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. എന്തേ? ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷെ ആന ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി? ആന മരക്കൊമ്പ് മുറിച്ച് അടിച്ചു പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ മാർഗം? ഇനി നമുക്ക് മതില് കെട്ടാം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ചു തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. 2ാം വട്ടം തോറ്റു. 3ാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് മാന്തി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. ആന വന്ന് ആദ്യം നോക്കി, വെള്ളം കണ്ടപ്പോ ആന തിരിച്ചുപോയി. പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി മണ്ണിട്ട് മണ്ണ് നേത്തി ആന അകത്ത് കയറി. ആന പോയി. നമ്മളെ പിന്നാലെ പണി നിർത്തി. ഇവനിടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സഹോദരിയെ കണ്ടില്ലേ? എന്ത് ദുഃഖമാണ്, എന്തുമാത്രം കഷ്ടമാണ്, എന്തുമാത്രം മനസ്സിന് നമുക്ക് വ്രണമാണ് നമ്മുടെ മനസ്സിനുണ്ടായത്. ശരീരത്തിലെ മാംസഭാഗങ്ങളൊക്കെ മുറിച്ച് ചവച്ചരച്ചി എന്നിട്ടൊരു സ്ത്രീ, ഒരു യുവതി മരിച്ചു എന്ന് പറയുമ്പോ ഈ നാട് എവിടെ നിൽക്കുന്നു, എന്തിനു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഇടതുപക്ഷ സർക്കാർ ഉത്തരം പറയണം. ഞാൻ ചുരുക്കുക. എനിക്ക് മുമ്പ് ഒരുപാട് പ്രസംഗിക്കാനുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ അവർക്കൊരു വിഘാതമാകുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റ്, ഈ സംസ്ഥാനം ഭരിക്കാൻ അർഹതയില്ലാത്ത ഗവൺമെന്റ്, കഴിവില്ലാത്ത ഗവൺമെന്റ്, അത് അവർക്ക് ഇന്ത്യ രാജ്യത്ത് കൊച്ചു കേരളത്തെ അതിന്റെ മുകളിൽ ജനങ്ങളുടെ മുമ്പിൽ സ്വാധീനം ചെലുത്തി അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല പിണറായി വിജയന്റെ സർക്കാരിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുന്നു, മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അങ്ങക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭരണം മാറ്റി, ഭരണം കൈമാറി നിങ്ങൾ പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.